ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്. അപ്പോൾ ഞാനൊരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതുമില്ലാതെ തന്നെ ഭയങ്കര നേരത്തെ എണീറ്റുള്ള 7 മണിയൊക്കെ ഇപ്പം ഞാൻ എണീറ്റു. അതിൻ്റെ ഒരു ക്ഷീണമാണ് ഈ മുഖത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഫോക്സ്ടെയിൽ ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഇപ്പോൾ വാങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിതിൻ്റെ റിവ്യൂ കൂടുതലായിട്ട് പറയാനായിട്ടില്ല. പക്ഷേ ഇതിൽ സെറമൈഡ് ഉണ്ട്, ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറാണ്, 24 hours ഹൈഡ്രേഷനൊക്കെയാണ് അവർ പറയുന്നത്. ഉപയോഗിച്ചതിൽ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇനി പോകെ പോകെ എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ അത്യാവശ്യം ഉപയോഗിച്ചിട്ട് ഞാനിതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് സ്നെയിൽ മ്യൂസിനാണ്. കൊറിയൻ ഒരു ബ്രാൻഡായിട്ടുള്ള അഡ്വാൻസ്ഡ് സ്നെയിൽ മ്യൂസിൻ പവർ എസൻസ് ആണ് ഞാൻ എടുക്കുന്നത്, കോസാറക്സിൻ്റെ. ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ, സൂപ്പർ സംഭവമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുള്ളൂ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല ഇത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച അടിപൊളി സാധനം തന്നെയാണ്. അത്യാവശ്യം ഒരു റേറ്റൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെയിലും ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളി സംഭവമാണ്. ഒരു ഒട്ടിയിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ടെക്സ്ചറാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ അത് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിങ്ങനെ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആയതിന് ശേഷം സൺസ്ക്രീം ഇട്ട് കൊടുക്കാം. സൺസ്ക്രീം ഞാൻ റിക്കലിൻ്റെ സൺസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം നമ്മൾ ഇടുമ്പോഴത്തേനും ഒരു വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഓക്കെയാണ്. ഞാനിത് കുറച്ച് എമൗണ്ടേ എടുക്കാറുള്ളൂ, കാരണം അത്യാവശ്യം നല്ല കവറേജ് തരുന്നൊരു സൺസ്ക്രീമാണ്. ഒരുപാട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എടുത്താൽ നമ്മൾ അതനുസരിച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വേണ്ടുന്ന ഒരു എമൗണ്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ സൺസ്ക്രീമൊക്കെ നമ്മൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ സ്കിന്നൊരു അടിപൊളി ഒരു ഗ്ലോ വന്ന പോലെ ഇല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി മേക്കപ്പിൻ്റെ സെക്ഷനിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനൊരു സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഈ പ്രൈമറേ ഉള്ളൂ. പക്ഷേ ഇതിൽ നല്ല പ്രൈമേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ വല്ലപ്പോഴേ ഒരു മേക്കപ്പ് ചെയ്യേണ്ട അത്യാവശ്യം ഇങ്ങനെയൊക്കെ വരാറുള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പ്രൈമർ തന്നെ മതി എന്ന് ഞാൻ വിചാരിച്ചു. വേറെ നല്ലതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, വാങ്ങണ്ട എന്ന് വിചാരിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. അപ്പം പ്രൈമറൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഫൗണ്ടേഷനാണ് ഇടുന്നത്. ഞാൻ നൈക്കേൻ്റെ ഫൗണ്ടേഷനാണ് ഇടുന്നത്. ഷെയ്ഡ് വന്നിട്ട് ഞാൻ മറന്നുപോയി ഇപ്പം. എന്തായാലും ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി. എൻ്റെ ഈ ഒരു സ്കിൻ ടോണുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ ഷെയ്ഡ് പെർഫെക്റ്റ് ആണ്. കാരണം ഞാൻ പോയി വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് എൻ്റെ സ്കിന്നിന് കറക്റ്റായിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. സോ എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങാം. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറിൽ കുറച്ച് വെള്ളം നനച്ചിട്ടുണ്ട്. വെള്ളം നനച്ചിട്ട് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിക്ക് പെട്ടെന്ന് ബ്ലെൻഡായി പോവും. അതുകൊണ്ട് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ ഞാനൊന്ന് നനച്ചിട്ടാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും. ഒരിടത്തും ഇങ്ങനെ പറ്റിപ്പിടിച്ച മാതിരി ഇരിക്കില്ല. നമുക്ക് അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾ നെറ്റി ഫുള്ള് ഇങ്ങനെ മുടിയൊന്ന് പൊക്കി പിടിച്ച് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഞാനിവിടെ കണ്ണാടി വെച്ച് ചെയ്തിട്ടുണ്ട്. അത് കണ്ണാടിയിൽ നോക്കി ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ അവിടെ മാത്രം ഒരു വേറെ കളറായിട്ട് വരും. അതുകൊണ്ട് അവിടെയും കൂടി ഫുള്ളായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ താടീൻ്റെ താഴോട്ടുള്ള ആ ഒരു സ്കിന്നിൻ്റെ അവിടെ നിങ്ങൾ ചെയ്യുക. കഴുത്തിൻ്റെ മുകളിലുള്ള ആ ഒരു അവിടെയും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പ്രോപ്പറായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീൽ ചെയ്യാം. കൺസീൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ലിപ്പിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ അടിയിലും ലിപ്പിൻ്റെ ആ സൈഡിൽ എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷനാണ്. എനിക്ക് എപ്പോഴും മേക്കപ്പ് ഇട്ടാലും അവിടെ ഒരു വേറെ കളർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നല്ല രീതിക്ക് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐൻ്റെ ഭാഗമാണ് ഞാൻ കൺസീൽ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത് കെ ബ്യൂട്ടീൻ്റെ കൺസീലറാണ്. ഇതും ഞാൻ പോയി തന്നെ വാങ്ങിയതാണ്. നിങ്ങൾ എപ്പോഴും ഈ ഫൗണ്ടേഷൻ, കൺസീലർ, കോമ്പാക്റ്റ് ഇതൊക്കെ നേരിട്ട് പോയി തന്നെ വാങ്ങുക. ഞാൻ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് പറയുന്നൊരു കാര്യമാണിത്. ഫസ്റ്റ് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുക.
പോയി വാങ്ങുക. പിന്നെ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് അതേ സെയിം സാധനം തന്നെ റീപർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഫസ്റ്റായിട്ട് പോയി വാങ്ങുമ്പോൾ എനിക്കറിയാം ഒരുപാട് എക്സ്പെൻസ് ആവും, കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പോവും. എങ്കിലും നമ്മുടെ കറക്റ്റ് സ്കിൻ ടോൺ തന്നെ കിട്ടുന്നതുകൊണ്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ വൃത്തികേടുണ്ടാവില്ല. നമുക്കതാണല്ലോ വേണ്ടത്. മേക്കപ്പ് ചെയ്യുമ്പോഴത്തേനും വൃത്തികേടായിട്ടിരിക്കരുത്. ആ ഒരു എയിമാണ് നമ്മുടെ മൈൻഡിലുള്ളത്. അതുകൊണ്ട് കുറച്ച് പൈസ ചിലവാക്കിയാലും ഫസ്റ്റ് പോയി നേരിട്ട് തന്നെ വാങ്ങുക. പിന്നെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും വാങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ളതനുസരിച്ച് വാങ്ങിയാലും മതി. ഓക്കെ, അപ്പോൾ എന്തായാലും കൺസീലൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മിററുണ്ട് കേട്ടോ, ഞാൻ അതാണ് അങ്ങോട്ട് പോയി നോക്കുന്നത്. പിന്നെ ഞാൻ ഐ ഷാഡോ ഞാൻ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അപ്പം ഞാൻ പോയി താഴെ പോയിട്ട് വന്നതേ ഉള്ളൂ. താഴെ പോയിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, അതിൽ ഞാനിപ്പോൾ ഏതിടണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എനിക്കങ്ങനെ ഐ ഷാഡോ ഒക്കെ ചൂസ് ചെയ്യാൻ എനിക്ക് കറക്റ്റായിട്ട് സംഭവം അറിയില്ല. ഞാൻ അത്ര മേക്കപ്പ് പഠിച്ചിട്ടുള്ള ഒരാളോ ഒന്നുമല്ല. ഞാനിങ്ങനെ യൂട്യൂബൊക്കെ കണ്ട് തന്നെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ എനിക്കത് ഐ ഷാഡോ എങ്ങനെ മാച്ച് ചെയ്യണം എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ഗ്ലിറ്റർ പോലത്തെ ഒരു ഷെയ്ഡും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ കണ്ണാടിയിൽ നോക്കി ചെയ്യുകയാണ്. കാരണം മിററിൽ നോക്കി ചെയ്യുമ്പോഴേ കറക്റ്റ് അറിയത്തുള്ളൂ. നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ കറക്റ്റായി നമ്മൾ വിചാരിക്കും. അതിനുശേഷം ഞാൻ ഐലൈനർ പോയി വരച്ചു കൊടുത്തു. കാരണം ഐലൈനർ ഫോൺ നോക്കി വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മിററിൽ പോയി വരയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ മസ്കാര തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പതിവില്ലാതെ നേരത്തെ എണീച്ചതിൻ്റെ ഒരു ഭ്രാന്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ ഇത്രയും നേരത്തെ ഒന്നും ഈ അടുത്ത കാലത്തൊന്നും എണീറ്റിട്ടില്ല. അപ്പം ഞാൻ ആകെ മൊത്തം കിളി പറന്നിരിക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇപ്പം ഈ ഡ്രസ്സിട്ട് റെഡി ആവുന്നതേ ഉള്ളൂ. സാരി എനിക്ക് ഞാൻ സാരിയാണ് കേട്ടോ ഉടുക്കുന്നത്. അപ്പോൾ സാരി എനിക്ക് വേറെ അടുത്ത് പോയി വേണം ഉടുക്കാൻ. അപ്പോൾ ഞാൻ ഇടയിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാൻ ചെറിയൊരു പേടിയാണ് ഗൈസ്, എന്താണെന്തോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടിച്ചു കൊടുക്കാറില്ല, പയ്യെ ഞാൻ അടിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അബ്സോർബ് ആവട്ടെ. അതിനുശേഷം ഞാൻ കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി എന്ന് വിചാരിച്ചു, പക്ഷേ കറക്റ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സാരി എനിക്കിനി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി വേണം ഉടുക്കാൻ. അതിൽ ബ്ലൗസ് കുറച്ച് ലൂസ് ഉണ്ട്. അപ്പം സംഭവം ഇന്ന് ഈ കല്യാണം നടക്കുന്നത് സൺഡേ ആണ് കേട്ടോ. അപ്പം ആ ഷോപ്പ് തുറക്കത്തുമില്ല. അപ്പോൾ അവളുടെ വീട്ടിൽ മെഷീനുണ്ട്, അപ്പോൾ അവൾ അടിച്ചു തരാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ടെൻഷനിലൊക്കെ ആയിരുന്നു ഗൈസ് ഇന്നലെ. എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ആയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ടെൻഷനിലായിരുന്നു. ബട്ട് എല്ലാം അവസാനം ഓക്കെ ആയി വന്നു. ഓക്കെ, അപ്പം ഞാൻ കഴുത്തിലും കൂടി നിങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക ഓർമ്മിക്കണം കേട്ടോ. ഞാൻ അത് പറയാൻ വിട്ടുപോയി. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് കഴുത്തിലും കൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ല ബോറായിരിക്കും. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം പോയി ചെയ്തത് തലേന്നാണ് കേട്ടോ. ത്രെഡ് ചെയ്തതൊക്കെ പോയി തലേന്നാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഒരു ഫേഷ്യൽ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെയാണ് ഫേഷ്യൽ ചെയ്തത്, പുറത്തൊന്നും പോയി ചെയ്തില്ല. അതൊക്കെ ഇനി അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വെച്ച് ഞാനൊന്ന് ചീകി കൊടുക്കുന്നുണ്ട്, എല്ലായിടത്തും നല്ല രീതിക്ക് അപ്ലൈ ആയിട്ട് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമ്മൾ ലിപ്സ്റ്റിക്ക്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ് ഈ ലിപ്സ്റ്റിക്ക്. ഈ ഡ്രസ്സിനനുസരിച്ച് ലിപ്സ്റ്റിക്ക് ഇടുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ഇപ്പം ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ വരുന്നൊരു ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ. ഞാൻ നൈക്കയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഒരു പിങ്ക് ന്യൂഡാണ്, എല്ലാ സ്കിന്നിനും പറ്റുന്ന ഒരു പിങ്ക് ന്യൂഡാണ് ഷെയ്ഡ്. ഞാൻ ഒരു ഷോർട്സ് ഇടുന്നുണ്ട്, അപ്പോൾ അതിൽ ഞാൻ പറയാം ഷെയ്ഡ് ഏതാണെന്നുള്ളത്. അടിപൊളിയാണ് കേട്ടോ, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നൊരു പിങ്ക് ന്യൂഡാണ്. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക്കും ഇട്ട് മേക്കപ്പ് ഏതാണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി. ഞാൻ പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാരിയൊക്കെ ഉടുത്തതിന് ശേഷമുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. പക്ഷേ ഇത് ഞാൻ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ എടുത്തത്. അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, സാരി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.